ഔഷധമായി ഉപയോഗിക്കുന്ന 10 കേരളീയ നാട്ടുചെടികളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. പൂക്കളാണെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം. ഈ 10 ചെടികൾക്ക് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും വളരെയധികം പ്രാധാന്യം ഉണ്ട്. അതുപോലെ ഇവയെല്ലാം മംഗളകാരികളായ ചെടികൾ ആണെന്നാണ് വിശ്വാസം. ദശപുഷ്പങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. വിഷ്ണുക്രാന്തി, കൃഷ്ണക്രാന്തി. 2. കറുക. 3. മുയൽച്ചെവിയൻ, ഒരുചെവിയൻ. 4. തിരുതാളി. 5. ചെറൂള. 6. നിലപ്പന, നെൽപാത. 7. കയ്യോന്നി, കൈതോന്നി, കയ്യുണ്ണി. 8. പൂവാങ്കുറുന്തൽ, പൂവാങ്കുറുന്നില. 9. മുക്കുറ്റി. 10. ഒഴിഞ്ഞ. കർക്കടക മാസത്തിൽ സ്ത്രീകൾ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനും നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. കർക്കടകന്യയിൽ ദശപുഷ്പങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. കർക്കടക മാസത്തിൽ ശീവോതിക്ക് വെക്കുന്നതിലും ദശപുഷ്പങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾ ഉപവാസമനുഷ്ഠിച്ച ശേഷം പാതിരാവിൽ കുളിക്കുന്നതിനു മുമ്പ് ദശപുഷ്പം തലയിൽ ചൂടാറുണ്ട്. തിരുവാതിര വ്രതകാലത്ത് ഐശ്വര്യത്തിനും ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് സ്ത്രീകൾ ദശപുഷ്പം ചൂടുന്നത്. കറുക, ചെറൂള എന്നിവ ഹൈന്ദവ മരണാനന്തര ക്രിയകൾക്ക് ഉപയോഗിക്കുന്നു. സുഖചികിത്സയുടെ കാലമായ കർക്കടക മാസത്തിൽ ദശപുഷ്പങ്ങൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. ദശപുഷ്പങ്ങളും അവയുടെ ദേവതകളും. 1. കറുക, ആദിത്യൻ, സൂര്യൻ. 2. വിഷ്ണുക്രാന്തി, വിഷ്ണുദേവത. 3. ചെറൂള, യമൻ. 4. കയ്യൊന്നി, ശിവൻ. 5. നിലപ്പന, ഭൂമിദേവി. 6. പൂവാങ്കുറുന്നില, ദേവത പാർവതി, ദേവൻ ബ്രഹ്മദേവൻ. 7. ഒഴിഞ്ഞ, ഇന്ദ്രൻ. 8. മുയൽ ചെവിയൻ, കാമദേവൻ. 9. തിരുതാളി, കൃഷ്ണൻ. 10. മുക്കുറ്റി, ശ്രീപാർവതി. ദശപുഷ്പങ്ങളുടെ ഉപയോഗങ്ങൾ. 1. വിഷ്ണുക്രാന്തി ഓർമ്മശക്തി കൂട്ടാൻ ഏറ്റവും ഫലപ്രദമാണ്. രക്തശുദ്ധിക്കും മുടി വളരാനും താരനില്ലാതാക്കാനും ലൈംഗിക ശക്തി കൂട്ടാനും വിഷ്ണുക്രാന്തി ഉപയോഗിക്കുന്നു. 2. കറുക ത്വക്ക് രോഗങ്ങൾക്കും വ്രണങ്ങൾ ഉണങ്ങാനും മൂലക്കുരുവിനുമെല്ലാം നല്ലതാണ്. അപസ്മാര ചികിത്സയിൽ കറുക ധാരാളമായി ഉപയോഗിക്കുന്നു. 3. മുയൽച്ചെവിയൻ പനിക്കും വയറിനകത്ത് കൃമികൾ ഇല്ലാതാക്കാനും മുറിവുകൾ ഉണങ്ങാനും നേത്രരോഗങ്ങൾക്കും ടോൺസിലൈറ്റിസ് രോഗം മാറാനും ഉപയോഗിക്കാറുണ്ട്. മൂലക്കുരു ഇല്ലാതാക്കാനും ഇവ ഫലപ്രദമാണ്. മുയലിന്റെ ചെവിയോട് സാദൃശ്യമുള്ള ഇലകൾ ഉള്ളതിനാലാണ് ഈ പേര് വന്നത്. 4. തിരുതാളി ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് മികച്ച മരുന്നാണ്. അൾസർ ചികിത്സയിൽ തിരുതാളി ഒരു മുഖ്യ ഘടകമാണ്. വന്ധ്യത, പിത്തരോഗങ്ങൾ എന്നിവയ്ക്ക് തിരുതാളി മരുന്നായി ഉപയോഗിക്കുന്നു. ഇവയുടെ കായും വിത്തുകളുമെല്ലാം ശ്വാസതടസ്സം, കാഴ്ചശക്തി കൂട്ടുന്നതിന് ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. 5. ചെറൂള പ്രമേഹ രോഗങ്ങൾക്ക് നല്ല മരുന്നാണ്. മൂത്രാശയത്തിലെ കല്ല് പൊടിഞ്ഞു പോകാൻ ഇവ ഉപയോഗിക്കാറുണ്ട്. ഗർഭിണികൾക്കുണ്ടാകുന്ന രക്തസ്രാവം തടയാനും കൃമിശല്യത്തിനും ഇവ നല്ലതാണെന്ന് പറയപ്പെടുന്നു. 6. നിലപ്പന കഫക്കെട്ട്, ഛർദി, അതിസാരം, ദഹനക്കുറവ് പരിഹരിക്കാൻ, സന്ധിവേദന ഇല്ലാതാക്കാൻ എന്നിവയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ ഇത് വാജീകരണത്തിന് ഉപയോഗിക്കുന്നു. മഞ്ഞപ്പിത്തത്തിന് മരുന്നായും ഇവ ഉപയോഗിക്കാറുണ്ട്. 7. കയ്യോന്നി. മുടി തഴച്ചു വളരാൻ പറ്റിയ മരുന്ന് എന്ന നിലയിൽ വളരെ പ്രശസ്തമാണ്. തലവേദന, ദഹനക്കേട്, മഞ്ഞപ്പിത്തം, കാഴ്ചവർധന എന്നീ ചികിത്സയിൽ കയ്യോന്നി ഉപയോഗിക്കാറുണ്ട്. 8. പൂവാങ്കുറുന്തൽ. പനി മാറാനും ശരീരതാപം കുറയ്ക്കാനും രക്തശുദ്ധിക്കും നല്ലതാണ്. മലമ്പനി ചികിത്സയിൽ ഇവ ഉപയോഗിക്കാറുണ്ട്. 9. മുക്കുറ്റി. നമ്മുടെയെല്ലാം പറമ്പുകളിലും വഴിയോരങ്ങളിലും ധാരാളമായി കാണുന്നു. ഇവ പനി, ചുമ, കഫക്കെട്ട്, വ്രണങ്ങൾ ഉണങ്ങാൻ, വയറിളക്കം എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്നു. പ്രസവത്തിനോടനുബന്ധിച്ചുള്ള ചികിത്സയിൽ മുക്കുറ്റി ധാരാളമായി ഉപയോഗിക്കുന്നു. 10. ഒഴിഞ്ഞ. വാതരോഗം മാറ്റാൻ ഉപയോഗിക്കാറുണ്ട്. മുടി ധാരാളമായി വളരാനും മുടികൊഴിച്ചിൽ തടയാനും ശരീരത്തിലുള്ള ദോഷകരമായ നീരുകളയാനും ഇവ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. ദശപുഷ്പങ്ങൾ കേരളത്തിന്റെ സസ്യശാസ്ത്രപരമ്പരയുടെ ഒടുവിലത്തെ നാഴികക്കല്ലുകളിലൊന്നാണ്.
ഔഷധഗുണങ്ങളാൽ സമ്പന്നമായ ഇവ മനുഷ്യരോഗനിവാരണത്തിന് മാത്രമല്ല, പ്രകൃതിയുമായുള്ള ആത്മബന്ധം നിലനിർത്താനും സുപ്രധാനമാണ്. ഈ പാരമ്പര്യം നമുക്ക് സംരക്ഷിക്കേണ്ടതും പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതുമാണ്.